സംസാരിക്കാൻ, ഇവർ കാണിക്കുന്ന ഇത്തരം മതരാഷ്ട്രവാദങ്ങളോട് പ്രതികരിക്കാൻ അധികം ആളുകൾക്കും ഭയമാണ്. പക്ഷേ ഭയമില്ലാതെ ഇവരുടെ ഈ തീവ്രവാദ ആശയങ്ങളെ ആരെങ്കിലും ഒക്കെ ഒന്ന് തുറന്നു പറയാൻ സന്നദ്ധമാകണ്ടേ, തയ്യാറാകണ്ടേ? ഒരുപാട് ആളുകൾ അതിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇവരെവിടെയെല്ലാം ആ കയറി പിടിക്കുന്നത് നോക്കിയേ. സൈനികരിൽ ഇവർ കയറി, പോലീസിൽ കയറി പച്ചവെളിച്ചം ഇവരവിടെ നിറയ്ക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഇവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് സ്കൂളുകളാണ്. എല്ലാ രൂപത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും അതുപോലെ ആരോഗ്യം സംരക്ഷിക്കണം എന്ന രൂപത്തിൽ അവരുടെ ആരോഗ്യം കേട്ടോ, ആ ആരോഗ്യ മേഖലകൾ ഇതെല്ലാം ഇന്നിവരുടെ കയ്യിലാണ്. ബിസിനസ് മേഖലകൾ ഇന്നിവരുടെ കയ്യിലാണ്. അതിലെ ഇവരുടെ നൈപുണ്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഇരിക്കട്ടെ, ഇപ്പോ ഇവർക്കെതിരെ പ്രതികരിക്കാൻ വലിയ ഒരു വിഭാഗം ആളുകൾ സന്നദ്ധരായിട്ടുണ്ട്, തയ്യാറായിട്ടുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല. ഇന്നലെ മുമ്പ് മറുനാടനിലെ ആങ്കറായിരുന്ന ശീതൾ നല്ല വിഷയത്തില്, നല്ല രൂപത്തില് ഇതിനെതിരെ ശക്തമായിട്ടൊരു പ്രതികരണം കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അതായത് സൂംബയ്ക്കെതിരെ, സൂംബ എന്താണ്, സൂംബ കളിച്ചാല് എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു വിമർശനം ഉയർന്നു വരുന്നുണ്ട്. അപ്പോ കുട്ടികൾ അങ്ങനെ ശരീരമിട്ട് ഇളക്കണ്ട, ഒന്ന്. രണ്ട്, അല്പവസ്ത്രം ധരിച്ച് കുട്ടികൾ ആണും പെണ്ണും കൂടി ഇടകലരുന്നു, അതൊക്കെ ഇവരുടെ പ്രശ്നമല്ല. ഇസ്ലാമിക വസ്ത്രം ധരിച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുവന്ന വ്യായാമ മുറയ്ക്കും ഇവരെതിരായിരുന്നല്ലോ. അവിടെ കുട്ടികളല്ലല്ലോ തുള്ളിയത്, ഇവർ അപ്പിക്കുപ്പായത്തിനകത്ത് നിന്നിട്ടായിരുന്നില്ലേ വ്യായാമ മുറകൾ കാണിച്ചിരുന്നത്? അതിനുമെതിരെയായിരുന്നല്ലോ ഇവര് രംഗത്ത് വന്നത്. അപ്പോൾ ഇവരുടെ പ്രശ്നം അതല്ല. പെൺകുട്ടികളെ വിദ്യാഭ്യാസമില്ലാത്തവരാക്കിയാൽ മാത്രമേ ഇവരുദ്ദേശിക്കുന്ന രൂപത്തിൽ ഇവർക്ക് പേറ് യന്ത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയൂ. ഇവരുടെ അജണ്ടയും അത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പേറ് യന്ത്രങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ മറ്റുള്ളവരെ നിശബ്ദരാക്കി ഇവർക്ക് അധികാരം പിടിച്ചെടുക്കാൻ കഴിയണം. ഓക്കെ, അപ്പോ ശീതൾ ചില കാര്യങ്ങള് നമ്മളോട് തുറന്നു പറയുന്നുണ്ട്. ആദ്യം ഈ സൂംബയ്ക്ക് വേണ്ടി സൂംബ നടത്തരുത് എന്ന് പറഞ്ഞ് കരയുന്ന ഉസ്താദാണേ അബ്ദുസ്സലാം പൂക്കോട്ടൂര. അബ്ദുസ്സലാം പൂക്കോട്ടൂരിന്റെ കരച്ചിലാണ് ആദ്യം. തുള്ളാൻ ഈ കോസ്റ്റ്യൂം ഓക്കെയാണോ കാക്ക? ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ ജനറൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ജനറൽ ന്യൂട്രാലിറ്റി കൊണ്ടുവന്നതുപോലെ ഒരുമിച്ച് ആടിപ്പാടിയുടെ പ്രക്രിയ. തുള്ളാൻ ഈ കോസ്റ്റ്യൂം ഓക്കെയാണോ കാക്ക? ആരായിരുന്നു? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് പറഞ്ഞതാണ്. ആണും പെണ്ണും കൂടി കലർന്ന് അല്പവസ്ത്രവും ധരിച്ചുകൊണ്ട് അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് തുള്ളരുത്. ആണും പെണ്ണും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആരായിരുന്നു? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി.കെ. അഷ്റഫ് പറഞ്ഞതാണ്. ആണും പെണ്ണും കൂടി കലർന്ന് അല്പവസ്ത്രവും ധരിച്ചുകൊണ്ട് തുള്ളാനല്ല സ്കൂളിൽ വിടുന്നതെന്ന്. സ്കൂളിൽ ഏത് സ്കൂളിലാണ് അല്പവസ്ത്രം ധരിക്കുന്നത്? ഇത് 8ാമത്തെ പീരീഡ് ആണ് സൂംബ ഡാൻസ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അല്ല, 7 പീരീഡ് വരെ കുട്ടികൾ യൂണിഫോം ധരിച്ചിട്ട് സ്കൂളുകാർ കൊടുക്കുമോ കാക്ക അല്പവസ്ത്രം? അതോ വീട്ടുകാർ കൊടുത്തു വിടണോ? അതോ ഏതെങ്കിലും കമ്പനിക്കാര് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സ്പോൺസർഷിപ്പ് ഉണ്ടാവുമല്ലോ. ചോദിച്ചു എന്തിനാ വിടുന്നത്? ഇവർക്ക് ഏത് നൂറ്റാണ്ടല്ല ജീവിക്കുന്നത്? അല്ല, അവിടെ ചെന്ന് ബിക്കിനി ഇട്ടോണ്ടാണോ പെൺപിള്ളേർ തുള്ളാൻ പോകുന്നത്? ഈ അല്പവസ്ത്രം എന്ന് ഉദ്ദേശിച്ച് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിള്ളേരുടെ യൂണിഫോമിൽ അവര് സൂംബ കളിക്കുന്നത് കണ്ടായിരുന്നോ? പങ്കെടുത്ത് വിജയിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ സ്റ്റേജിൽ കയറിയതിന് ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് ലൈവായിട്ട് അധിക്ഷേപിച്ച ടീമാണ്. ഈ സ്കൂളിൽ പോകുന്നത് പുസ്തകത്തിലുള്ളത് പഠിക്കാൻ മാത്രമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. കുട്ടികൾ സഹജീവികളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അവരുമായിട്ട് എങ്ങനെ സഹകരിക്കണം, എങ്ങനെ ബന്ധങ്ങൾ ഉണ്ടാക്കണം, എങ്ങനെ ബന്ധങ്ങൾ നിലനിർത്തണം, സൗഹൃദം എന്താണ്, ഇതൊക്കെ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ്, അല്ലാതെ വീട്ടിൽ നിന്ന് മാത്രമാണോ? അല്ല, എല്ലാ വിശ്വാസം ഇവരുടെ സ്കൂളുകളിൽ നിന്ന് അല്ലല്ലോ ശീതൾ പഠിക്കുന്നത്. ഇവരുടെ സ്കൂളുകളിൽ നിന്ന് എങ്ങനെ സഹപാഠിയെ, അതായത് 7-8 വയസ്സുള്ള 2ലും 3ലും പഠിക്കുന്ന തന്റെ സഹപാഠിയെ എങ്ങനെ മതം മാറ്റാമെന്നുള്ള മൂല്യബോധമുള്ള വിദ്യാഭ്യാസമല്ലേ ഇവരുടെ സ്കൂളുകളിൽ കൂടി കൊടുക്കുന്നത്? പെട്ടവർ കുറെ മതം മാത്രം തീറ്റിച്ച് അങ്ങ് കൊഴിപ്പിച്ചാൽ മതിയോ മക്കളെ? അല്ലാതെ ഇതൊന്നും അവർ പഠിക്കണ്ടേ? അല്ല, എനിക്കൊരു സംശയം, ഇവർക്ക് ബയോളജിയിലെ ജീവശാസ്ത്രത്തിൽ പഠിക്കാറുണ്ട് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, മെയിലിന്റെയും ഫീമെയിലിന്റെയും പഠിക്കാറുണ്ട്. അതിൽ ലൈംഗിക അവയവങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പാഠഭാഗങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുമോ? അതോ ബയോളജി എന്നുള്ള ഒരു വിഷയം നിങ്ങളങ്ങ് ബഹിഷ്കരിക്കുമോ?
കുറെ നാൾ കൂടി ഇരുന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് യോജിക്കാൻ പറ്റിയ ഒരു തീരുമാനമാണ് ഈ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുട്ടികളുടെ മാനസിക പിരിമുറുക്കത്തിന് ഒരു ഇളവ് വരുത്താൻ, അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുട്ടികൾ അവരുടെ സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു 3 മിനിറ്റ് നേരം ഒരു സ്കൂൾ ടൈമിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ അവരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സൂംബ ഡാൻസ് കളിക്കുന്നത് അതൊരു നല്ല ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണെങ്കിലും വേറെ കാലത്തിന് ശേഷം ശക്തമായിട്ടുള്ള ധീരമായിട്ടുള്ള ഒരു നിലപാടൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗോവിന്ദ മാസ്റ്റർ കൊണ്ട് അതിന് കുറുകെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി എപ്പോൾ ഇവരൊക്കെ അഭിപ്രായം മാറ്റുമെന്നറിയില്ല. പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനവുമായിട്ട് സർക്കാരൊക്കെ മുന്നോട്ട് വരുമ്പോൾ അതിനെ പരമാവധി പിന്തുണയ്ക്കുകയാണ് നിങ്ങളൊക്കെ വേണ്ടത്. നിങ്ങളുടെയൊക്കെ ഭയം എന്താണ്? ഒരാണിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, കുട്ടികളുടെ കാര്യം പറയുന്നത്, സ്കൂൾ വിദ്യാർത്ഥിനികള് മറ്റു വിദ്യാർത്ഥികളുടെ കൂടെ അല്പസമയം അവര് അതും ഒരു അകലം പാലിച്ചാണ് നിൽക്കുന്നത്. ഒരാളുടെ തോളത്ത് കയറിയല്ല തുള്ളുന്നത്. അങ്ങനെ നിന്നാലും നിങ്ങൾക്ക് വലിയ രീതിയിൽ നഷ്ടമാകാൻ എന്തൊക്കെയോ ഉണ്ട് എന്ന തോന്നലാണ് ഇപ്പോഴും. ഈ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ പോയിരുന്ന് വാവളിച്ച് ആസ്വദിക്കുന്ന, അറബികൾ ഉൾപ്പെടെ വാവളിച്ച് ആസ്വദിക്കുന്ന ബെല്ലി ഡാൻസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കായിക മത്സരങ്ങൾക്ക് പങ്കെടുക്കാൻ പോകുന്ന കുട്ടികളെ ഏത് ഡ്രസ്സ് ധരിപ്പിച്ചിട്ടാണ് പോകേണ്ടത്? ചാക്ക് പതിച്ചിട്ട് അവർ പോകണോ? നിങ്ങൾ നോക്കുമ്പോൾ മൊത്തം മൂടി എന്താ മേനി അഴക് പ്രദർശിപ്പിക്കാനല്ല, ഈ ഒരു ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിൽ ഓരോ ഭാഗത്തും എന്താണ് ഇരിക്കുന്നത് എന്നറിയാത്തവരൊന്നും എല്ലാവരും. അപ്പൊ ചോദിക്കുമെങ്കിൽ പിന്നെ തുണിയില്ല നടന്നാൽ പോരെന്ന്. അതിന് മറുപടി ഇല്ല. ഒരാള് ബസ്സിൽ കയറി പോകുന്നവരോ അല്ലെങ്കിൽ 2 വീലർ ഓടിച്ച് പോകുന്നവരോ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ, പെൺകുട്ടികളാണെങ്കിലും ഇപ്പൊ സ്ത്രീകളാണെങ്കിലും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് അവർ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരെ വശീകരിക്കാനാണ്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ വൃത്തികെട്ട, നിങ്ങൾ ഈ പറയുന്ന പോലെ അല്പവസ്ത്രധാരണത്തിലാണോ ഈ സൂംബ ഡാൻസ് കളിക്കുന്നത്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എന്താ ഇതെന്നറിയാമോ? ചുമ്മാ കിടന്ന ചാടുകയാണെന്നാണ് വിചാരിക്കുന്നത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് അത് എത്രത്തോളം പിന്തുണ നൽകും എന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പൊ ഉണ്ടാകുന്നല്ലോ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശാസ്ത്രീയമായിട്ട് അതിന് ചികിത്സിക്കുന്ന സെന്ററുകൾ ഉണ്ടെന്നൊക്കെ. കോഴിക്കോട് ആഷിക്ക് ഉമ്മയെ കൊന്നു കളഞ്ഞായിരുന്നോ? വെട്ടിക്കൊന്നായിരുന്നോ? എവിടെ നിന്നാ കൊന്നത്? ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് മതിൽ ചാടി വന്നാണ് കൊന്നത്. അവിടെ കൊണ്ടാക്കിയിട്ടൊന്നും അവന്റെ മനസ്സിനെ മാറ്റാൻ പറ്റിയില്ല. ഒരു രോഗം വന്നിട്ട് അത് ചികിത്സിക്കാൻ നിൽക്കുന്നതിനേക്കാൾ അത് വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യമെങ്കിലും അറിയാമോ? അഫാൻ വെഞ്ഞാറമൂട്ടിൽ 4 എണ്ണത്തിനെയാണ് വെട്ടിക്കൊന്നത്. മൾട്ടി ഫങ്ഷണൽ അഫാൻ കൊന്നു. ഇവിടെ മയക്കുമരുന്ന്, മലദ്വാർ ഗോൾഡ്, ഇതിനകത്തൊക്കെ ഏറ്റവും മികച്ചു നിൽക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളാണ് എന്ന് KT ജലീലിനെ പോലെയുള്ള മഹാരഥന്മാരായിട്ടുള്ള ആളുകൾ അവിടെ സാക്ഷിത്വം വഹിക്കുവാണ്. എന്നിട്ടും ഇവര് പറയുന്നു അല്പവസ്ത്രം കണ്ടപ്പോഴാണ്, പെണ്ണിന്റെ നഗ്നത കണ്ടപ്പോഴാണ് സവാദ് സ്വന്തം ലിംഗമൊന്ന് ബസ്സിനകത്തിരുന്ന് കുലുക്കണമെന്ന് തോന്നിയത്. ഉസ്താദിന് തീവണ്ടിക്കകത്തൊരു പെണ്ണിന്റെ തോള് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒറ്റമുണ്ടിനകത്ത് എന്തോ ഒരു തിരയിളക്കം അദ്ദേഹം ശ്രദ്ധിച്ചത് എന്നാ പറഞ്ഞത്. അപ്പോ ഇവരുടെ കാഴ്ചപ്പാടിനാണോ പ്രശ്നം? ഇവരെ ഇനി ഏത് ഭാഷയിൽ ആര് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും? അവൻ ലഹരി ഒന്നും ഉപയോഗിച്ചതായിട്ട് ഇതുവരെ ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞില്ല. അവന്റെ മാനസിക പിരിമുറുക്കം അത്രയും ഉണ്ടായിരുന്നു. അവനൊരു ക്രിമിനൽ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അവരുടെ മാനസിക പിരിമുറുക്കത്തിൽ നിന്നും രക്ഷ നേടുക. പഠന സംബന്ധമായിട്ട് എത്രയോ പിരിമുറുക്കം അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് കുട്ടികൾ ജീവൻ എടുക്കുന്നില്ലേ? മാർക്ക് കുറഞ്ഞു പോയി, എനിക്ക് മറ്റുള്ള കുട്ടികളെക്കാൾ മാർക്ക് കുറഞ്ഞു പോയാൽ വീട്ടിൽ നിന്ന് പീഡനം ഏൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അധ്യാപകരുടെ മുന്നിൽ നാണം കെടുമെന്നോർത്ത് ഒളിച്ചോടുന്ന പിള്ളേരില്ലേ? നാട് വിട്ടു പോകുന്ന കൊച്ചുകുട്ടികൾ എത്രയുണ്ട്? ഇതൊന്നും എന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? നിങ്ങൾക്ക് നാണമില്ല? ഒന്നും ഇല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും കാണിക്കാമല്ലോ. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ ആദ്യം വന്നു, അതിനെ എതിർത്തു, അതൊരു വഴിക്കാക്കി. അത് കഴിഞ്ഞ് ഹൈസ്കൂൾ തലം മുതൽ കുട്ടികൾക്ക് 1/2 മണിക്കൂർ കൂടി പഠിക്കാൻ എക്സ്ട്രാ സമയം കണ്ടെത്തണം. അധ്യാപകർക്ക് സമയം തികയുന്നില്ല, പഠിപ്പിച്ച് തീരുന്നില്ല. അതിന് പരിഹാര മാർഗവുമായിട്ട് സർക്കാർ മുന്നോട്ടൊരു നിർദ്ദേശം വെച്ചു. അതും വോട്ടിന്റെ കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ വോട്ട് കിട്ടില്ല എന്നുള്ള പേടിയിൽ സർക്കാർ അതും അവിടെ മരവിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെയാവും ഇതും. പരമാവധി സർക്കാരിൽ നിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ഇങ്ങനെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ മാത്രം വിശ്വാസങ്ങൾക്കനുസരിച്ചോ ഒരു സമൂഹത്തെ മാറ്റിമറിക്കാൻ ഇങ്ങനെ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നാൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ കുട്ടികളോട് തന്നെ ചോദിച്ചു നോക്കൂ, അവർക്ക് എന്ത് ആഗ്രഹങ്ങൾ കാണും ആ കുട്ടികൾക്ക്? അല്ലെ, അവർക്ക് ഇതിലൊക്കെ ഇറങ്ങാനും ഇതൊക്കെ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. നിങ്ങൾ അവരുടെ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തെ പരമാവധി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. എത്ര വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇറച്ചിയും മീനും കൊടുത്ത് വളർത്തുന്ന ഒരു മൃഗമല്ല, ഒരു നായയല്ല ഓരോ കുട്ടിയും. അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ലോകം അവരുടെ ഉള്ളിലുണ്ട്. അതിന് പറക്കാൻ ഒരു ആകാശം നിഷേധിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 4 വയസ്സുള്ള കുഞ്ഞിനെ അമ്മ പുഴയിൽ എറിഞ്ഞ് കൊന്നതിന് ശേഷം അത് പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന്. അപ്പോൾ കൊച്ചുകുട്ടികൾ അതിന്റെ ഡ്രസ്സിങ്ങിലുള്ള വല്ല പ്രശ്നമാണോ? അതെന്തെങ്കിലും ശരീര പ്രദർശനം നടത്തിയിട്ടാണോ അങ്ങനെ ചൂഷണം ചെയ്തത്? ചൂഷണം ചെയ്യാൻ വേണ്ടി മാനസിക വൈകല്യത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പുതിയതായി സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇത്തരം കാര്യങ്ങൾക്കുണ്ട്. ഈ ഒട്ടും മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാതെ മിണ്ടാപ്പൂച്ചകളായിട്ട് ഇരിക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രശ്നക്കാരായി മാറുന്നത്. ഈ ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ കേസിലും അയാൾ നാട്ടുകാരുമായിട്ട് അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല, എപ്പോഴും മുറിയിൽ തന്നെ കഴിഞ്ഞു കൂടുന്നവരായിരുന്നു. ആളുകൾ സഹകരിക്കണം, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് സംസാരിക്കണം, അവർക്കിടയിലെ സൗഹൃദം എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയണം. പിന്നെ ഭാവിയിലേക്ക് അവർക്ക് മറ്റുള്ള ആളുകളെ തിരിച്ചറിയാനും ഏത് ബന്ധമാണ് ശരി ഏതാണ് ശരിയല്ലാത്തത് എന്ന് വേർതിരിക്കണമെങ്കിലും ആ ഒരു സഹകരണവും സൗഹൃദവും ഒക്കെ അവർക്ക് ആവശ്യമാണ്. നിങ്ങൾ അതൊക്കെയാണ് ശീതളെ, ഈ വിഷയം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ MM അക്ബറിന്റെ ഒക്കെ സ്കൂളുകളിലുണ്ടല്ലോ എന്താണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നമ്മൾ അതുകൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. കാരണം
സ്കൂളുകളിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് മതമാണ്, മതം മാറ്റമാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സ്കൂൾ പരിജ്ഞാനം ഇവർക്കുണ്ട്. ഇവരുടെ സ്കൂളുകളിൽ ഇവര് ഇസ്ലാമിക സ്കൂളുകളാണ് നടത്തുന്നത്. അലിഫ് പോലെയുള്ള ഇവരുടെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളില് ഇവരെന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. നോക്കുക, 2ാം ക്ലാസ്സിലെ കുട്ടി പഠിപ്പിക്കുന്ന പുസ്തകമാണ്. നിങ്ങളുടെ സുഹൃത്ത് മുസ്ലിം ആകാൻ തീരുമാനിച്ചാൽ നിങ്ങൾ നൽകുന്ന ഉപദേശം എന്ത്? 1. ഉടൻ അഹമ്മദ് അല്ലെങ്കിൽ സാറ എന്ന പേര് മാറ്റുക. കഴുത്തിലിട്ടിരിക്കുന്ന കുരിശ് നീക്കാൻ പറയുക. ഷഹാദ പഠിക്കാൻ പറയുക. അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുക. 5 ഹലാൽ ചിക്കൻ കഴിക്കാൻ പറയുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനല്ല, മറിച്ച് ഇത് ഓർഡറിലാക്കുക, ഇത് ക്രമപ്പെടുത്തുക എന്നാണ് കുട്ടികളോട് ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്. ആദ്യം പറയുന്നത് ചൂസ് ചെയ്യാനാണ്. യഥാർത്ഥത്തിൽ ആ ആക്ടിവിറ്റി എന്നുള്ള രൂപത്തിൽ നിർദ്ദേശിക്കുന്നതിന് അവരുടെ തന്നെ ടീച്ചേഴ്സ് മാനുവൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാ പാഠപുസ്തകം പറയുന്നു, പുട്ട് ദ എബവ് അഡ്വൈസ് ഇൻ കറക്റ്റ് ഓർഡർ ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ ടു ദ ക്ലാസ്. അതെ, അതില് അവർക്ക് ഞാനതാണല്ലോ പറഞ്ഞ ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ഇൻഅപ്രോപ്രിയേറ്റ് മാത്രമല്ല, ഇത് 8 വയസ്സുള്ള ഒരു കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു സുഹൃത്ത് 8 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെയാണ് മതം മാറാൻ തോന്നുന്നത് എന്നുള്ളത് ആദ്യത്തെ വിഷയം പോകട്ടെ. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ആഗ്രഹം തോന്നിയാൽ വേറൊരു കുട്ടി കൊടുക്കേണ്ട ഉപദേശങ്ങളിൽ ഈ ഏത് ഉപദേശമാണ് ശരി? അതാണ് പറഞ്ഞത്. അതിന് ഷഹാദ പഠിപ്പിക്കാൻ വേണ്ടി ഇവരിട്ട ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയുടെ ലക്ഷ്യം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിൽ 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിലുള്ളത്. 1ാമത്തെ സ്തംഭം ഷഹാദയാണ്, അഥവാ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പറയണം എന്നാണ്. അല്ല, ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യമാണ്. മദ്രസയിൽ ഞങ്ങൾ ഇത് പറയാത്തതിന്റെ പേരിലാണ് പഹൽഗാമിൽ 29 ആളുകൾക്ക് ജീവൻ വെടിയേണ്ടി വന്നത്. ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. മദ്രസയിൽ മതം മാറ്റമാണോ പഠിപ്പിക്കുന്നത്? അല്ല, മദ്രസയിൽ ഒരാള് ഒരു മതം മാറ്റം പഠിപ്പിക്കല്ലോ. മതം മാറ്റത്തെ കുറിച്ചാണ് അല്ല, ഒരു കുട്ടി മതം മാറാൻ ആഗ്രഹിച്ചാൽ വേറൊരു കുട്ടി എന്ത് ഉപദേശം കൊടുക്കും എന്നുള്ളതാണ് ഇതിലെ കോണ്ടാക്ട്. അതെ, മതം മാറുക എന്ന് പറയുമ്പോ ഒരാൾ മുസ്ലിം ആണെങ്കിൽ നമസ്കരിക്കണം എന്നില്ലേ? ഒരാൾ മുസ്ലിം ആകാൻ എന്ത് ചെയ്യണം എന്ന് സ്വാഭാവികമായിട്ടും അറിയണ്ടേ? അത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ ചിന്തിക്കുകയും ഒരാൾ മുസ്ലിം ആകണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കേണ്ട പ്രായം അതാണോ? അല്ല, തീർച്ചയായും അത് ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, 2ാം ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഈ രൂപത്തിൽ മതം മാറ്റം ഒരു സുഹൃത്ത് മതം മാറാൻ ആവശ്യപ്പെട്ടാൽ എന്ന് രൂപത്തിൽ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. 2ാം ക്ലാസ്സിൽ മതം മാറ്റം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. അല്ല, ഇത് ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വർഗീയത ഉണ്ടാക്കുന്നു എന്നല്ല. അല്ല, വർഗീയത ഞാൻ പറയാം. ഇതാ അതിൽ പറഞ്ഞിരിക്കുന്ന, അതായത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ വെക്കുക എന്നുള്ള നിർദ്ദേശങ്ങളിൽ ഒന്ന് ഏതെങ്കിലും ഒരെണ്ണം തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. ഈ 5 ഓപ്ഷനുകളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന, കുട്ടികളിൽ ഉണ്ടാക്കുന്ന അപകടങ്ങളും ആഘാതങ്ങളും അന്യമത വിരോധങ്ങളും എത്രമാത്രം ഭീകരമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. കുരിശ് നീക്കുക, വേറൊന്ന് അമുസ്ലിം മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടുക. ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഉപദേശം? അതാണ് പറഞ്ഞത്. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, ഇൻഅപ്രോപ്രിയേറ്റ് ആണ്, ശരിയല്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ പഠിപ്പിച്ചിട്ടില്ല എന്നെങ്ങനെ പറയും? ഞാൻ പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ സ്കൂളിലെ റെക്കോർഡ്സ് ഒക്കെ എല്ലാവർക്കും പരിശോധിച്ചാൽ. അത് പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു പാഠപുസ്തകം? ഞങ്ങളല്ലല്ലോ, ഈ പാഠപുസ്തകം തെരഞ്ഞെടുത്ത പുസ്തകമാണ്. ഓൾറെഡി മാർക്കറ്റിലുള്ള ഒരു പുസ്തകം. ആ പുസ്തകം ഞങ്ങൾ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ എന്തൊക്കെ പുസ്തകങ്ങൾ കാണും, അതൊക്കെ ഒരു സ്കൂളിലേക്ക് സെലക്ട് ചെയ്യാൻ? അങ്ങനെയല്ല, ഇസ്ലാമിക് സ്റ്റഡീസിൽ അതില് കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു പുസ്തകം. തീർച്ചയായും ഇപ്പോ CBSE പുറത്തിറക്കിയ CBSE പുറത്തിറക്കിയതല്ല, അല്ല, CBSEയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ CBSEന്റെ കരിക്കുലം അനുസരിച്ച് തന്നെ പുറത്തിറക്കുന്ന മറ്റു പുസ്തകങ്ങളിൽ ഇതേപോലെയുള്ള ഇങ്ങനെയല്ല മറ്റു രൂപങ്ങളിലുള്ള അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അബദ്ധങ്ങൾ ഒഴിവാക്കി വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുക. അതല്ലെങ്കിൽ NCERT തന്നെ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിൽ, ഇപ്പൊ കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ പുസ്തകങ്ങളിൽ, മുമ്പ് ഉള്ള പുസ്തകങ്ങളിൽ, ആ പുസ്തകങ്ങളിൽ കേരള ഗവൺമെന്റിന്റെ പാഠഭാഗം പിൻവലിക്കേണ്ടി വന്നിട്ടില്ലേ? അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണ്. രാഷ്ട്രീയം മാത്രമല്ല, പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. അത് സെയിം ആയിട്ടുള്ള, സമാനമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് അല്ലല്ലോ. ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുന്നു. ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8 വയസ്സുള്ള കുട്ടിയോട്, നിന്റെ അടുത്ത സുഹൃത്തിനോട് അല്ലെങ്കിൽ മറ്റൊരു മതവിശ്വാസിയായ ആളുടെ പേര് മാറ്റാൻ, അവന്റെ അമുസ്ലിമായ മാതാപിതാക്കളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ, കഴുത്തിലെ കുരിശ് നീക്കാനൊക്കെ ആവശ്യപ്പെടുന്നത് ഇല്ലല്ലോ.
ഉണ്ടല്ലോ. ഇതില് അത് ആവശ്യപ്പെടുന്നു എന്നുള്ള നിങ്ങളുടെ വ്യാഖ്യാനമല്ലേ? ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ശരിയായ ഓർഡറിൽ എഴുതുക. ഇതൊന്നുമല്ല ചെയ്യേണ്ടത്. ഇതൊന്നുമല്ല ചെയ്യേണ്ടെന്നൊരു ഓപ്ഷൻ അതിലില്ലല്ലോ. ഉണ്ടല്ലോ. എവിടെ? അതാണല്ലോ ടീച്ചേഴ്സ് മാനുവലുള്ളത്. ടീച്ചേഴ്സ് മാനുവലും പാഠപുസ്തകവും വ്യത്യസ്തമാകുന്നത് അതെ, എങ്ങനെയാണ്? ടീച്ചേഴ്സ് മാനുവലിൽ വളരെ ക്ലിയർ ആയി അവർ ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ഇതൊന്നുമല്ല, മറിച്ച് ഷഹാദ പഠിപ്പിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇത് ഏറ്റവും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷന് പിന്നെ മാതാപിതാക്കളിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ്. അത് ശരിയായ ഓപ്ഷൻ അല്ല. അത് കുട്ടികൾക്ക് പ്രത്യേകം പഠിപ്പിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സ് മാനുവലുണ്ട്. ഒന്നാമത്തെ പോസിറ്റീവായ സംഘങ്ങൾ നോക്കൂ. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഇന്റിമേറ്റ് ഫ്രണ്ട്, ഇനി ഒരു മുസ്ലിം അല്ലാത്തൊരു കുട്ടി ഇന്റിമേറ്റ് ഫ്രണ്ട് ആകാം എന്ന വലിയൊരു മെസ്സേജ്. അതോടൊപ്പം കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ ഇന്റിമസി. അതന്നെയാണ് പറയുന്നത്. അത് പുതുതായി പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ അങ്ങനെയായിരുന്നു. കേരളത്തിൽ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഉള്ള അർത്ഥത്തിലല്ല സൗഹൃദം ഉണ്ടായിട്ടുള്ളത്. ഒരു മുസ്ലിം കുട്ടിയുടെ അടുത്ത സുഹൃത്ത് വേറെ മതസ്ഥരായ കുട്ടികൾ ആകാതിരിക്കാം. ഇതൊക്കെ സ്വാഭാവികം. നമ്മളാരും സ്കൂളുകളിൽ അടുത്തിരിക്കുന്ന സഹപാഠിയെ മതം മാറ്റേണ്ടത് എങ്ങനെ എന്ന് പഠിച്ചിട്ടില്ല. മദ്രസയിലും പഠിച്ചിട്ടില്ല, സ്കൂളുകളിലും പഠിച്ചിട്ടില്ല. എം അക്ബറിനെ പോലെയുള്ള ആളുകൾ സ്കൂളുകൾ ഉണ്ടാക്കി അവിടെ മതപഠനം എന്ന രൂപത്തിൽ ഇത്തരം വർഗീയതകളും വിഭാഗീയതകളും ഭാരതത്തിന് യോജിക്കാത്ത, ജനാധിപത്യത്തിനും നിരക്കാത്ത രൂപത്തിലുള്ള വിദ്യകളുമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ വരും തലമുറ എങ്ങനെയാണ് സാക്കിർ നായിക്കുമാരും ഒസാമ ബിൻ ലാദന്മാരും യഹിയ സിൻവാറുമാരും ഒക്കെ ആകാതിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിലാണ്